പാചകവാതക വില വർദ്ധിപ്പിച്ച കേന്ദ്ര ഗവൺമെന്റിന്റെ നടപടിക്കെതിരെ കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പ് കത്തിച്ച് പ്രതിഷേധിച്ചു. ഗാന്ധി സ്ക്വയറിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു. പാചകവാതക വില വർധനവ് അടുക്കള ബജറ്റിനെ താളം തെറ്റിക്കുകയാണ്. സാധാരണക്കാരെ പ്രതിസന്ധിയിലാക്കുന്ന കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടിനെതിരെയാണ് കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അടുപ്പ് കത്തിച്ച് പ്രതിഷേധം സംഘടിപ്പിച്ചത്. അടിക്കടി ഉണ്ടാകുന്ന ഗ്യാസ് വില വർധനവ് ജനങ്ങളെ ദുരിതത്തിലാക്കിയിരിക്കുകയാണെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു. നിലയ്ക്ക് ഓരോ ദിവസവും ചെല്ലുന്തോറും ഗ്യാസിന് വില കൂടിക്കൊണ്ടിരിക്കുന്നു. അത് നമുക്ക് അത് താങ്ങാൻ പറ്റുന്നതിൽ കൂടുതലാണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ വിറക് ഉപയോഗിക്കുന്ന ആൾക്കാർ വളരെ കുറവാണ്. നല്ല വീടുകളൊക്കെ പണിത് കഴിഞ്ഞാൽ അവിടെ അടുപ്പ് കത്തിച്ച് വീട് പോയിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഗ്യാസ് ഉപയോഗമാണ് ഇപ്പോൾ കൂടുതലായി കണ്ടുവരുന്നത്. അപ്പോൾ ഗ്യാസിന് ഇതുപോലെ വില കൂടിക്കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടാണ്. പാവങ്ങളായ സ്ത്രീകൾ, കൂലിപ്പണി ചെയ്തിട്ട് വരുന്ന സ്ത്രീകൾക്ക് അരി മേടിക്കണോ ഗ്യാസ് മേടിക്കണോ എന്ന ഒരു നിലപാടിലേക്ക് എത്തിയിരിക്കുകയാണ്. UPA ഗവൺമെന്റിന്റെ കാലത്ത് ഗ്യാസിന് 300 രൂപ ആയപ്പോൾ വഴിയിൽ കഞ്ഞിവെച്ചും വണ്ടി ഉന്തിയും പ്രതിഷേധിച്ച BJPയും ഇടതുപക്ഷവും ഗ്യാസ് വില 1000 കടന്നിട്ടും ഒരു പ്രതിഷേധവും നടത്താതെ മൗനത്തിന്റെ വാൽമീകത്തിൽ ഒളിച്ചിരിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കുമുട്ടിൽ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് KJ ബെന്നി മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, നേതാക്കളായ ജോസ് മുത്തനാട്ട്, KM മാത്യു, സിബി പാറപ്പായി, ഷാജി വെള്ളമാക്കൽ, PS മേരിദാസൻ, AM സന്തോഷ്, KS സജീവ്, ബിജു പുന്നോലി, രാജൻ കാലാച്ചിറ, ജോണി വടക്കേക്കര, ഷിബു പുത്തൻപുരിക്കൽ, ഷാജിൻ എബ്രഹാം തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.